ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. അപ്പം ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട്. എൻ്റേതായ ഇന്നത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത്താഴമൊക്കെ കഴിഞ്ഞു. ഞാൻ കഴിച്ചില്ല, വീഡിയോ എടുത്തിട്ട് കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു. നമ്മുടെ മറ്റു ചാനൽ അച്ചാമ്മ കൊച്ചുമക്കളിൽ 1 മണിക്കൂർ ലൈവ്, 1 മണിക്കൂർ 1.5 മണിക്കൂർ ലൈവൊക്കെ ഇരുന്ന് ചോറൊക്കെ കഴിച്ചു കിടന്ന് ഉറങ്ങി എണീറ്റ് ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുളിയും നനയൊക്കെ കഴിഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ അച്ചാമ്മ കൊച്ചുമക്കളിലോട്ട് നമ്മുടെ നല്ല നല്ല ടിപ്പുകളുണ്ട് കേട്ടോ. നമ്മുടെ ബ്യൂട്ടി ടിപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ചാനൽ കാണുന്നവർ പോയി അത് കാണുക. ഇന്ന് നമ്മുടെ ഒരു അടിപൊളി പാക്കൊക്കെ ഇട്ട് നമ്മൾ കുളിച്ച് സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾ കാണുമ്പം തന്നെ പോയി വീഡിയോ കാണണം കേട്ടോ. കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ. കൂടുതൽ പറഞ്ഞ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല ഒന്നിനെ. ഇനി യൂട്യൂബായിട്ട് കേൾക്കുന്നെങ്കിൽ പറയും. എല്ലാം നമ്മൾ പറയണൊക്കെ ശ്രദ്ധിക്കും കേട്ടോ. നമ്മൾ എന്ത് നമ്മുടെ ഒരു വായിൽ നിന്നൊരു വാക്ക് വീണാലും ഒക്കെ ശ്രദ്ധിക്കും. യൂട്യൂബ് എന്നൊരു സംഭവം അറിഞ്ഞോ അറിയാതെ നമ്മൾ എന്ത് പറഞ്ഞാലും അവരെല്ലാം സെർച്ച് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രമേ അവർ ഇതിലോട്ട് നിങ്ങളെ മുന്നിൽ എത്തിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഉടനെ കോപ്പിറൈറ്റ് വരും, ഉടനെ വരും. അപ്പോൾ പിന്നെ ഇന്ന് എന്ത് പറയും? ഇന്നലത്തെ ചോറും കറിയൊക്കെയാണ് കേട്ടോ. ഇന്നലെ വെച്ച ചോറും ഇന്നലെ വെച്ച കറിയും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഒരു മുട്ടയൊക്കെ പൊരിച്ച് ചോറ് കഴിച്ച്. നവരമീനാണ്. അപ്പം നവരമീൻ നല്ല ടേസ്റ്റ് അല്ലേ? നവരമീൻ സൂപ്പറാണ്. ഇച്ചിരി തേങ്ങ മൊത്തത്തിൽ വറുക്കാൻ പറ്റില്ല, ഇച്ചിരി മല്ലിയും മുളകൊക്കെ വറുത്ത് വെച്ചാൽ അടിപൊളിയാണ്. നവരമീനൊക്കെ വാങ്ങുമ്പം പെട്ടെന്ന് ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർക്കുന്നുണ്ട്. നവരമീൻ വാങ്ങുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തോട്ട് പോകുന്നുണ്ട്. അപ്പനെയും അമ്മയൊക്കെ ഓർക്കുന്നുണ്ട്. മെയിനായിട്ട് അമ്മയാണല്ലോ വീടിൻ്റെ വിളക്ക്. അമ്മയാണല്ലോ നമ്മുടെ എല്ലാ ശക്തി അല്ലേ? അപ്പനും സെയിമാണ്. എന്നാലും കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അമ്മയ്ക്കാണ്. പിന്നീട് നമ്മളിപ്പം അച്ഛനില്ലാത്ത എത്രയോ കുടുംബങ്ങളുണ്ട്. അമ്മമാർ ഇന്നും നല്ല ഭദ്രതയോടെ കുടുംബം നന്നായിട്ട് കൊണ്ടുപോകണം. അപ്പനില്ലെങ്കിലും അമ്മയുണ്ടെങ്കിൽ ആ കുടുംബവും മക്കളും സേഫ്റ്റിയാണ്. പക്ഷേ അമ്മയില്ലാണ്ട് അപ്പനെയും മക്കളെയും തനിച്ചാക്കിയിട്ട് അമ്മമാർ പോയാൽ ആ കുടുംബം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ അച്ഛൻ രണ്ടാമത് വേറെ കൂട്ട് തേടേണ്ടി വരും. മക്കളെ പോറ്റണമെങ്കിലും അപ്പൻ്റെ കാര്യങ്ങൾ സേഫ്റ്റി ആക്കണമെങ്കിലും അപ്പന് വേറെ കൂട്ട് തേടേണ്ടി വരും. കൂട്ട് ഇല്ലാണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാലും ഞാൻ നമ്മുടെ പൊതുവേ ഉള്ളൊരു കാര്യം പറഞ്ഞാണ്. അതേ സമയത്ത് കുഞ്ഞ് പൈതലായിരിക്കുന്ന സമയത്തൊക്കെ അപ്പം നഷ്ടപ്പെടുന്ന ഒരുപാട് മക്കളുമാരുണ്ട്. അമ്മയുണ്ടെങ്കിൽ അവിടെ ഒരു പോരായ്മ വരില്ല കേട്ടോ. സാമ്പത്തികമായിട്ടൊക്കെ ഇച്ചിരി ഇതൊക്കെ ആണെങ്കിലും അവിടെ വലിയ പോരായ്മകളൊന്നും വരത്തില്ല. അമ്മമാർ അത് പരിപാലിച്ച് മക്കൾക്ക് നല്ല നല്ല ഒരിതിൽ മക്കളെയൊക്കെ വളർത്തി എത്രയോ അമ്മമാർ നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. ഇന്നും നല്ല ഇതായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്തെന്ന് വെച്ചാൽ നമ്മുടെ അമ്മയുടെ കാര്യമാണ് പറയാമെന്ന് കരുതി വന്നത്. നവരമീൻ വാങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. നമ്മളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂൾ വിട്ട് വരും. നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഇവിടെ നിന്ന് നടക്കാൻ ഒരു 2-3 കിലോമീറ്റർ വരുന്നുണ്ട്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു 2-3 കിലോമീറ്റർ കൂടുതലേ വരത്തുള്ളെന്ന് തോന്നുന്നു. കുറവ് വരില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. എനിക്കറിയില്ല എന്തായാലും എൻ്റെ ഒരു നിഗമനത്തിന് 2-3 കിലോമീറ്റർ വരുമെന്ന് തോന്നുന്നു. നമ്മളൊക്കെ സ്കൂളിൽ നടന്നാണ് പോകുന്നത് കേട്ടോ. രാവിലെ ബസ്സൊക്കെ ഇന്നത്തെ കാലത്ത് പോലെ അന്ന് ബസ്സൊന്നുമില്ല. ബസ്സൊക്കെ അപൂർവമാണ്. ബസ്സിൽ കയറിയാലോ ബസ്സിൽ തൂങ്ങിക്കിടക്കും. ഇന്നൊന്നും ആ കാലമൊക്കെ മാറിപ്പോയെന്നേ. ഇന്ന് കാലങ്ങൾ ഒരുപാട് മാറിപ്പോയി. നമ്മളൊക്കെ പോകുന്ന സമയത്ത് ബസ്സിൽ കയറിയാൽ ബസ്സിൻ്റെ ആ കയറുന്ന സൈഡിൽ തൂങ്ങിക്കിടക്കും. ഇങ്ങനെ നിറയെ ആൾക്കാരിങ്ങനെ തൂങ്ങിക്കിടക്കും. നമ്മളും അതിനകത്ത് കുത്തി നെരുങ്ങി നിൽക്കാൻ പറ്റാത്ത രീതിയിലൊക്കെയാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. കുത്തി നെരുങ്ങി ഇടിക്കുന്ന. അതിനിടയ്ക്ക് ബാഗുണ്ടോ? ബാഗുമില്ല. എല്ലാം കയ്യിലാണ് ബുക്കുകൾ അടുക്കി വെച്ചേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചോറ്റുപാത്രം കയ്യിൽ കാണും. നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ അപൂർവം ചിലർക്കൊക്കെ ബാഗ് കാണുമല്ലോ കേട്ടോ. അന്നൊക്കെ എൻ്റെ ചേച്ചിയൊക്കെ കയ്യിലൊക്കെയാണ് കൊണ്ടുപോകണം കേട്ടോ.
ഞാൻ എവിടെ നിന്നെങ്കിലുമൊക്കെ ഒരു ബാഗ് തപ്പിപ്പറക്കിയൊക്കെ എടുത്ത് നമ്മൾ ബാഗ് തപ്പിപ്പോൾ അന്ന് നമുക്ക് നമ്മളെ വീടൊക്കെ പണി ചെയ്യുന്ന സമയത്ത് നമ്മളെ വീടൊക്കെ വെക്കുന്ന സമയത്ത് ഒരു മേസ്തിരി എന്തോ ഒരു ബാഗ് എനിക്ക് കൊണ്ട് തന്നു കേട്ടോ. അതിൽ ബാഗിൽ ഞാനൊക്കെ ബുക്ക് വെച്ച് കൊണ്ടുപോകും. ചേച്ചിയൊക്കെ കയ്യിലൊക്കെയാണ് കൊണ്ടുപോകണം. ചോറ്റുപാത്രം ആയാലും ബുക്കിനകത്ത് വെച്ചാണൊക്കെയാണ് ഈ കൊണ്ടുപോയി ബസ്സിൽ പോണതായാലും നമ്മൾ രാവിലെ പോകുമ്പോൾ ബസ്സിൽ പോകും, തിരിച്ച് വരുമ്പോഴത്തേക്കും നടന്ന് വരും കേട്ടോ. നടക്കാൻ ഒരുപാട് ആൾക്കാർ കാണും, ഒരുപാട് പിള്ളേർ കാണും. ചിലപ്പോൾ ഓട്ടമായിരിക്കും, അവിടെ നിർത്തി പിടിച്ച് ഓടി ചാടിയൊക്കെയാണ് വരണത്. അപ്പം ഞാൻ പറയാൻ വന്ന അതൊന്നുമല്ല, പറയാൻ വന്ന് വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളായിപ്പോവും. അപ്പം നവരമീനിൻ്റെ കാര്യം പറഞ്ഞ് നമ്മളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴല്ലേ നമ്മളെ അമ്മ ചോറൊക്കെ കോരി അടച്ച് വെച്ചേക്കും. അമ്മ വെച്ചക്കുടനെ നമുക്ക് കോരി, നമ്മൾ 4 മക്കളാണേ. 4 മക്കളെങ്കിലും എൻ്റെ നാലാമത്തെ ഇച്ചിരി ചെറുതാണ്. അപ്പം 3 മക്കൾക്കും കോരി അടച്ച് വെച്ചേക്കും കേട്ടോ. ചോറായാലും മരിച്ചിനി ആയാലും മീൻ കറിയായാലും ഈ നവരമീനിൻ്റെ തലയൊക്കെ ഉണ്ടല്ലോ വറുത്തരച്ച്, നവരമീനിൻ്റെ തലയും മീനുമൊക്കെ കോരി ഇങ്ങനെ അടച്ച് വെച്ചേക്കും. നമ്മൾ വന്ന് ഇന്ന് നവരമീൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് അതൊക്കെ എൻ്റെ അമ്മേനെയൊക്കെ ഞാൻ ഓർത്തു പോയി കേട്ടോ. ഇന്നലെ രാത്രി കിടന്നപ്പോഴത്തേക്കും എന്തോ മനസ്സിലറിയാണ്ട് അപ്പനെ അമ്മയൊക്കെ കയറി വന്നു. രാത്രി ഉറക്കവും കുറവാണ്, ചിന്തകൾ കൂടിയിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. രാത്രി ഉറക്കവും കുറവാണ്. നമ്മുടെ ലൈവൊക്കെ എത്ര നേരത്തെ ലൈവ് വരാമെന്ന് വിചാരിച്ചാൽ എങ്ങനെയും 10 മണി കഴിയും. നമുക്ക് ലൈവിലൊക്കെ സന്ധ്യയ്ക്ക് വന്നിരുന്ന വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ചോറിൻ്റെ കാര്യമായാലും വീട്ടിൽ രാത്രി നമ്മുടേതായ കുറേ ജോലികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടൊക്കെ നമ്മളാണെങ്കിൽ 7 മണിക്ക് 8 മണിക്കൊക്കെ ലൈവിൽ വന്നിരുന്ന 10 മണി 11 മണി വരെയൊക്കെ ഇരുന്ന് നമ്മളെ വീട്ടിലെ രാത്രി കാര്യങ്ങളൊക്കെ പെൻഡിങ് ആവും. അതുകൊണ്ട് എല്ലാ കാര്യമൊക്കെ ഒതുക്കിയിട്ടാണ് നമ്മൾ രാത്രി ലൈവിൽ വരുന്നത്. എപ്പോഴും ഞാൻ വിചാരിക്കും നേരത്തെ വരാമെന്ന്, പക്ഷെ പറ്റില്ല കേട്ടോ. ഇപ്പോഴും മണി 9 9:30 ആയി. ഇനിയിപ്പം കുറേ വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾ രാത്രി ഒതുക്കി വെക്കേണ്ടത് ഒതുക്കണ്ടേ. അപ്പോൾ അതൊക്കെ ഒതുക്കിയിട്ട് ഇന്നും 10 10:30 തന്നെ രാത്രി ഉറക്കം കുറവാണ്. ലൈവ് 12 മണി 12:30 1 മണിയൊക്കെ ആയി. ലൈവും കഴിഞ്ഞൊക്കെ ചെന്ന് കിടന്ന് എങ്ങനെ പോയാലും 2 മണിക്കൂറൊക്കെ കഴിയും ഉറക്കം പിടിക്കുക. എങ്ങനെ എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ നമ്മളെല്ലാം ഉറക്കക്കുളിയൊക്കെ കഴിച്ചിട്ട് കിടക്കണം. അപ്പോൾ ഇന്നലെ രാത്രി ചെന്ന് കിടന്നപ്പോൾ പെട്ടെന്ന് അപ്പനെ അമ്മയൊക്കെ ഓർമ്മ വന്ന് കുറേ നേരം അത് ഓർത്ത് കരച്ചിലും വിഷമമൊക്കെ ആയിരുന്നു. ചില ദിവസങ്ങളിൽ അങ്ങനെയൊക്കെയാണ്. എത്രയൊക്കെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എത്രയൊക്കെ വയസ്സായാലും എത്രയൊക്കെ നമ്മൾ ഏജ് കൂടിയാലും അപ്പൻ്റെ അമ്മേരെയൊക്കെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ വല്ലാണ്ട് ഇതാവും. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എത്ര മിനിറ്റ് ആയെന്നൊന്നും അറിഞ്ഞൂടെ. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും എൻ്റെ വാർത്തകളുമാണ്. അന്നെന്നുള്ള കാര്യങ്ങളാണേ. ഞാനിപ്പോൾ ഒരു സുഹൃത്തിനോട്, ഒരു കൂട്ടുകാരോട്, ഒരു ഫാമിലിയോട് നമ്മുടെ വിശേഷങ്ങൾ അന്നന്ന് പറയൂലേ, നമ്മളെ വിശേഷങ്ങൾ അന്നന്ന് പറയില്ല, അതുപോലത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത്. എൻ്റേതായ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എന്നും നിങ്ങളുടെ മുന്നിലെത്തുന്നത്. കണ്ണിനാണെങ്കിൽ ഒട്ടും പവർ ഇല്ല കേട്ടോ. വെയിലടിച്ചു പോയാൽ കണ്ണ് കാണാനേ പറ്റുന്നില്ല. വെയിലടിച്ചു പോയാൽ കണ്ണിപ്പോൾ കുറേ നാൾ കൊണ്ട് ഇതാണ്, എന്താവുമെന്ന് ഏതാവുമെന്ന് അറിയണ്ട. വെയിലൊക്കെ അടിച്ചു പോയാൽ ദൂരക്കാഴ്ചയില്ല, കണ്ണ് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വഴിയെ പോകുന്ന ആരെയും ശ്രദ്ധിക്കാറില്ല കേട്ടോ. ആരെയും നോക്കാറുമില്ല. ആരും എന്നെ നോക്കണില്ലേ ഒന്നും ഞാൻ അറിയുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പോക്ക്. ഓരോ ദിവസം കഴിയും തോറും നമ്മളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പല രീതിയിലും നമ്മുടെ ബോഡിക്കായാലും മനസ്സിനായാലും നമ്മുടെ ജീവിതത്തിലായാലും മാറ്റങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വാർത്തകളും എൻ്റേതായ വിശേഷങ്ങളുമാണ് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തത്. എൻ്റെ അമ്മയുടെ കാര്യവും നമ്മുടെ കുടുംബകാര്യവും നവരമീനും ഒക്കെ പറഞ്ഞു വന്നപ്പോൾ സ്കൂളിലെ പോക്കും വരവും ഒക്കെ ഇതിൻ്റെ ഇടയിൽ കയറി വന്നു. പറയാനാണെങ്കിൽ ഏറെയുണ്ട്. കുട്ടിക്കാലത്തെ കഥകളും ഓർമ്മകളും ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമ്മളെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നവർക്കുമൊക്കെ ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളും ജീവിതത്തിൽ അങ്ങനെയാണ്. ജീവിതത്തിൽ എല്ലാവർക്കും അങ്ങനെയാണ്. സുഖങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ തരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിത്യവും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടുതലൊന്നും പറഞ്ഞ് നീട്ടുന്നില്ല കേട്ടോ. പറഞ്ഞുകൊണ്ടിരുന്ന വീണ്ടും നീണ്ട് പോവും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ശുഭരാത്രി, സുഖനിദ്ര.